തട്ടങ്ങനെ കത്തട്ട് തട്ടങ്ങനെ കത്തട്ട് പ്രതിഷേധങ്ങളിടപെട്ട് കത്തിപ്പടരട്ട് കത്തിപ്പടരട്ട് സിന്ദാബാദ് സിന്ദാബാദ് അറിഞ്ഞോ നാട്ടാര് അറിഞ്ഞോ നാട്ടാര് അറിഞ്ഞോ നാട്ടാര് അറിഞ്ഞോ നാട്ടാര് ഇത് നാണക്കേട് പ്രതിഷേധം 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 നാട്ടുകള്ളാരാവൂല് നാട്ടുകോഴി രാവൂല് രാജിവെക്കൂ പുറത്തു പോകൂ രാജിവെക്കൂ പുറത്തു പോകൂ നാടിന്റെ അപമാനോ നാടിന്റെ അപമാനോ സ്ത്രീയത്തിൻ മാലിന്യോ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും നമുക്കറിയാം ഇന്നത്തെ ദിവസം വലിയ സമരങ്ങൾ നടന്നുകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ പാലക്കാടിലെ MLAയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ കേരളത്തിൽ നിരവധി സ്ത്രീകളും പെൺകുട്ടികളുമാണ് ഇതിനോടകം ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്കെതിരായിട്ട്, ഒരു യുവ ജനപ്രതിനിധിക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള ഗുരുതരമായ ഗൌരവതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നത്. അത്തരത്തിൽ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ പോലും അതിനെ എല്ലാം വളരെ ലാഘവത്തോടുകൂടി സമീപിക്കുന്ന ഒരു നിലപാടാണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും നിലവിൽ പാലക്കാട്ടെ MLAയുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം നിരവധിയായിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് കേരളത്തിലെമ്പാടും ഈ പറയുന്ന യുവ നേതാവിനെതിരായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതിനു മുൻകാലങ്ങളിലും ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. വായി തോന്നുന്ന എന്തും കോതയ്ക്ക് പാട്ട് എന്ന് നൽകി വിളിച്ചു പറയുന്ന ഒരു പ്രകൃതക്കാരനാണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. നമുക്കറിയാം ഒരു ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന നടത്തുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ, ആ ക്യാമ്പയിൻ നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളം ഒന്നാകെ ഏറ്റെടുത്തിട്ടുള്ള ഡിവൈഎഫ്ഐ വർഷങ്ങളോളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ പൊതിച്ചോറ് വിതരണം അടക്കം പ്രധാനപ്പെട്ട ഒരു പരിപാടി. ആ പൊതിച്ചോറ് വിതരണത്തെ പോലും അതിനു മറവിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോറ് വിതരണത്തിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ള നിലയിൽ ഈ കേരളത്തെ ആകമാനം കേരളത്തിന്റെ ജനാധിപത്യ സമൂഹത്തെ പോലും ലജ്ജിപ്പിക്കുന്ന നിലയിലുള്ള അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ, അത് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത മഹത്തരമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ നാട്ടിനകത്തെ മുഴുവൻ മനുഷ്യരും ഒരുപോലെ പിന്തുണയ്ക്കുന്ന, ഒരുപോലെ ആ പ്രവർത്തനത്തിന് ഡിവൈഎഫ്ഐക്ക് അഭിനന്ദനം കൊടുക്കുമ്പോൾ അതിനെപ്പോലും അനാശാസ്യത്തിന്റെ മറവിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിരുന്ന ആളാണ് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള, ഇപ്പൊ രാജിവെച്ചു പോയ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ ഘട്ടത്തിൽ തന്നെ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നു അത്തരത്തിലൊരു മഹത്തായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന അതേ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോ അനാശാസ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തനത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ
തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വലിയ പ്രതിഷേധമാണ് ഇതിനോടകം തന്നെ പാലക്കാട്ടെ MLA കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടുവിട്ട ഏറ്റവും മാതൃകാപരമായി ജനാധിപത്യ പ്രക്രിയയിൽ പ്രവർത്തിക്കേണ്ട ഒരു MLA ആണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. നിശ്ചയമായിട്ടും അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ട്. ആ രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ പുതുപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ വരും കാലങ്ങളിൽ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരുന്ന മുഴുവൻ സഖാക്കളെയും അഭിവാദനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനം. കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ സംഘടിപ്പിക്കാൻ പോകുന്നത്. മാങ്കൂട്ടത്ത് ഉയരുന്നു